നമ്മൾ ഇന്ന് ആചരിക്കുന്നത് പോലെയാണോ സത്യത്തിൽ മെയ് ദിനം ആചരിക്കേണ്ടത്? ഇത് ജനാധിപത്യ മതനിരപേക്ഷ മാനവിക ഇടതുപക്ഷ കാഴ്ചപ്പാട് പുലർത്തുന്ന എല്ലാ മനുഷ്യരുടെ മുമ്പിലും ഉയർന്നു കഴിഞ്ഞൊരു ചോദ്യമാണ്. ഇത് മനസ്സിലാക്കാൻ ഒരൊറ്റ ഉദാഹരണം മതിയാകും. ജൂൺ 21 യോഗാ ദിനമായി. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ആലോചിച്ചാലും ലോക പശ്ചാത്തലത്തിൽ ആലോചിച്ചാലും ഒരു സംഘടനയും യോഗയ്ക്ക് വേണ്ടി ഒരു ദിനം ലോകത്തെല്ലായിടത്തും ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. പതഞ്ജലി മഹർഷിയുടെ കാലം മുതൽ വ്യക്തികൾ യോഗ ആചരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിനു മുമ്പും മറ്റു പല രീതിയിൽ ശരീരക്രമീകരണത്തിൻ്റെ കല, അഭ്യാസം, ശാസ്ത്രം എന്നൊക്കെ നിലക്ക് പലതരത്തിലുള്ള ഇരിപ്പുകൾ, ആസനങ്ങൾ, അതുപോലെ പലതരം തൊഴിലുകളിൽ ഏർപ്പെടുന്ന മനുഷ്യരുടെ ശ്വസന ക്രമീകരണങ്ങൾ, ഇതൊക്കെ നടന്നു പോരുന്നുണ്ട്. എന്നാൽ ഇത് സാർവദേശീയമായി ഒരു പ്രത്യേക ദിവസം ഇതിനു വേണ്ടി നീക്കി വെക്കണമെന്ന് ലോകത്തിലെ ഏതെങ്കിലും സംഘടന എപ്പോഴെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് മെയ് ദിനത്തെക്കുറിച്ച് ആലോചിക്കുന്ന ഈ ഒരു സന്ദർഭത്തിലെങ്കിലും ചോദിക്കാൻ നാം നിർബന്ധിതരാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നമ്മൾ ഇന്ത്യൻ പശ്ചാത്തലത്തിലേക്ക് തിരിച്ചു വന്നാൽ സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത ഒരു സംഘടനയും ആവശ്യപ്പെട്ടിട്ടില്ല. ജമ്മിത്വ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത ഒരു സംഘടനയും ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു ബഹുജന സംഘടനയും ആവശ്യപ്പെട്ടിട്ടില്ല. ആരും ആവശ്യപ്പെടാതെ യോഗ സാർവദേശീയ ദിനമാവുകയും എന്നാൽ ലോകവ്യാപകമായി മെയ് ദിനം സാർവദേശീയ ദിനമായി തീരാൻ വേണ്ടി പലതരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ അതതിൻ്റെ സൂക്ഷ്മതയിൽ സാർവദേശീയ ദിനമായി മാറാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം എന്താണ്? അതുകൊണ്ട് ജനായത്തവാദികൾ തിരിച്ചറിയേണ്ടത്, ഔപചാരികമായി മെയ് 1 ഞെട്ടിയുണരുകയും ഇന്ന് മെയ് 1 ശരി, നമുക്കൊരു സെമിനാർ സംഘടിപ്പിച്ച് കളയാം, അല്ലെങ്കിൽ ഒരു പുസ്തക പ്രദർശനം നടത്താം, അല്ലെങ്കിൽ ഒരു പ്രകടനം നടത്താം എന്നു മാത്രം കരുതുകയും ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ വളരെ വളരെ അപര്യാപ്തമാണ്. എന്തുകൊണ്ട് നമ്മുടെ മറ്റു ഉത്സവങ്ങളെപ്പോലെ അധിക ഭക്ഷണമായി, പുതിയ വസ്ത്രങ്ങളായി, സൗഹൃദ കൂട്ടായ്മകളായി, സംഗീത വിരുന്നുകളായി മെയ് ദിനം മാറുന്നില്ല? കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ, എന്തുകൊണ്ട് മെയ് ദിനം നമ്മുടെ ഗാർഹിക പശ്ചാത്തലത്തിൻ്റെ അന്തരീക്ഷത്തെയാകെ മാറ്റിമറിക്കുന്ന തരത്തിൽ പ്രതീകാത്മകമായിട്ടാണെങ്കിലും ആ ഒരു ദിവസം മെയ് 1 ഒരു നിറപ്പകിട്ടുള്ള ദിവസമാക്കി മാറ്റാൻ നമ്മുടെ നാട്ടിൽ മതാത്മകമായ നിരവധി ഉത്സവങ്ങളുണ്ട്, ദേശീയമായ ഉത്സവങ്ങളുണ്ട്. സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം തുടങ്ങിയ ദേശീയ ഉത്സവങ്ങളുണ്ട്. ഓണം, ബക്രീദ്, ക്രിസ്തുമസ്, ബുദ്ധപൂർണിമ തുടങ്ങിയ ഉത്സവങ്ങളുണ്ട്. ഈ ഉത്സവങ്ങളൊക്കെ മുമ്പ് മുതലേ തന്നെ ആരുടെയും പ്രത്യേകിച്ച് ആഹ്വാനമില്ലാതെ ഒരർത്ഥത്തിൽ എല്ലാവരുടെയും ഉത്സവമാണ്. ഒരർത്ഥത്തിൽ എന്ന് ഞാൻ പറഞ്ഞത്, എല്ലാ ഉത്സവങ്ങൾക്കും 2 തലങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ പ്രാഥമിക തലം എന്ന് പറയുന്ന അതിൻ്റെ ഭൗതിക തലമാണ്. ആ ഭൗതിക തലത്തിലാണ് അധിക ഭക്ഷണവും പുതിയ വസ്ത്രവും പരസ്പരം കാണലും സൗഹൃദം പങ്കുവെക്കലും യാത്ര പോവലും പലതരം കളികളിൽ ഏർപ്പെടലും. അതാണ് ഉത്സവത്തിന് പൊലിമ നൽകുന്ന അതിൻ്റെ ബാഹ്യഭാഗം. എന്നാൽ ഒരു ഉത്സവത്തിനും അതിൻ്റെ ബാഹ്യഭാഗത്തിൽ മാത്രമായി പരിമിതപ്പെടാനാവില്ല. അതിന് ഒരു ഉള്ളടക്കം ഉണ്ടാവണം, അതിനെ അതാക്കുന്ന മിത്തുകൾ ഉണ്ടാവണം, അതിനെ അതാക്കുന്ന ചരിത്രം ഉണ്ടാവണം, അതിനെ അതാക്കുന്ന എത്രയോ തലമുറകളായി പങ്കുവെക്കപ്പെടുന്ന ഓർമ്മകളുണ്ടാവണം. നാം നേരത്തെ പരാമർശിച്ച സ്വാതന്ത്ര്യദിനവും റിപ്പബ്ലിക് ദിനവും നമുക്ക് കൃത്യം പറയാൻ പറ്റും. അത് നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ വളരെ അടുത്ത് രൂപപ്പെട്ടു വന്നതാണ്. അത് നമുക്ക് കൃത്യം വിശകലനം ചെയ്യാൻ പറ്റും. എന്നാൽ അത്ര എളുപ്പത്തിൽ ഒരു റിപ്പബ്ലിക് ദിനത്തെ വിശകലനം ചെയ്യുന്നത് പോലെ എളുപ്പമാവില്ല ഒരു പക്ഷേ ഓണവും ബക്രീദും ക്രിസ്മസും ബുദ്ധപൂർണിമയും ഒക്കെ അടക്കമുള്ള ഉത്സവങ്ങൾ 1960-ൽ പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഓണത്തിന് ദേശീയ പദവി നൽകിയതുകൊണ്ട് ഓണം നമുക്കിന്ന് കൂടുതൽ സുപരിചിതമാണ് ദേശീയ ഉത്സവം എന്ന നിലയിൽ. അതുപോലെ തന്നെ മറ്റു ഉത്സവങ്ങൾക്കും ദേശീയ പദവി നൽകുകയാണെങ്കിൽ ഒരു ഇടതുപക്ഷ സാംസ്കാരിക വിമർശകൻ എന്ന നിലയിൽ
സംവാദത്തിന് വേണ്ടി പലതവണ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഉത്സവത്തിന് ആ ഉത്സവത്തിൽ പങ്കെടുക്കുന്നവർക്ക് കുറേ കൂടി സൗകര്യങ്ങൾ കിട്ടുമെങ്കിൽ, സ്വാതന്ത്ര്യം കിട്ടുമെങ്കിൽ, സമൃദ്ധി കിട്ടുമെങ്കിൽ ഒരു ഉത്സവത്തിൻ്റെ സ്ഥാനത്ത് ഒരു 5 ഉത്സവത്തിന് ദേശീയ പദവി കിട്ടുകയാണെങ്കിൽ അതിനെ 5 കൊണ്ട് പെരുക്കേണ്ട അവസ്ഥ വരികയല്ലാതെ ഒന്നും കുറയ്ക്കേണ്ട അവസ്ഥ വന്നുകൂടുകയില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഓണം ദേശീയോത്സവമായപ്പോൾ ദേശീയോത്സവമായതിൻ്റെ പേരിൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളത്തോടൊപ്പം 500 റുപ്യ അധികം കിട്ടുന്നുണ്ടെങ്കിൽ, നമ്മുടെ മാർക്കറ്റിൽ സുലഭമായി സാധനങ്ങൾ വന്ന് നിറയുന്നുണ്ടെങ്കിൽ, വിലക്കുറവുണ്ടാകുന്നുണ്ടെങ്കിൽ, പലതിനും ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് അത്രയും ആഹ്ലാദകരമാണ്. എന്നാൽ 2 ഉത്സവം ദേശീയ ഉത്സവമാകുമ്പോൾ അതിനെ 2 കൊണ്ട് പെരുക്കിയാൽ കിട്ടുന്ന 500ൻ്റെ സ്ഥാനത്ത് 1000 രൂപയാണ് കിട്ടുക. ഒരവധിക്ക് പകരം 2 അവധിയാണ് കിട്ടുക. ഇങ്ങനെ ഭൗതിക തലത്തിൽ തന്നെ ഇതുകൊണ്ടുണ്ടാവുന്ന സൗകര്യം വളരെ കൂടുതലാണ്. ഇനി എല്ലാ ഉത്സവങ്ങൾക്കും ഒരു ആത്മീയ തലമുണ്ട്. ആ ആത്മീയ തലം ചിലപ്പോൾ മതപരമാകാം, ചിലപ്പോൾ ചില മിത്തുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാകാം. പക്ഷേ മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഉത്സവങ്ങളും മിത്തുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഉത്സവങ്ങളും ചരിത്രത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് ഒരു തെറ്റിദ്ധാരണയുണ്ട്, പരമ്പരാഗതമായി നമ്മൾ ആചരിച്ചു പോരുന്ന അല്ലെങ്കിൽ ആഘോഷിച്ചു പോരുന്ന ഉത്സവങ്ങൾക്കൊക്കെ അതിൻ്റേതായുള്ള വളരെ ഇഴയടുപ്പമുള്ള ഒരു സമാന്തര ലോകമുണ്ട്. മെയ്ദിനം പോലുള്ള ഒരു ഉത്സവം പെട്ടെന്ന് ഗാർഹിക അന്തരീക്ഷത്തിലേക്കൊക്കെ പറിച്ചു നട്ടാൽ അതങ്ങനെ വേരാഴ്ത്തി വളരാനൊന്നും പോകുന്നില്ല. വളരണമെങ്കിൽ അതിന് ഈ പറഞ്ഞ പരമ്പരാഗതമായ ഒരു പശ്ചാത്തലം ഉണ്ടാവണം എന്നൊരു കാഴ്ചപ്പാട്, പ്രബലമായ കാഴ്ചപ്പാട് നമുക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ഈ കാഴ്ചപ്പാടിന് 2 തരത്തിലുള്ള പരിമിതികളുണ്ട്. ഒന്നാമത്തെ പരിമിതി, ഒരു ഉത്സവവും സ്വയംഭൂവല്ല. ഒരു ഉത്സവവും ആകാശത്ത് നിന്ന് അറ്റ് വീണതോ ഭൂമിയിൽ നിന്ന് മുളച്ചു വന്നതോ അല്ല. മനുഷ്യൻ്റെ സാമൂഹ്യ വളർച്ചയുടെ പ്രത്യേക സന്ദർഭത്തിൽ ആ സാമൂഹ്യ വളർച്ചയുടെ അനിവാര്യമായ ചില ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി അതാത് കാലത്തെ സമൂഹം രൂപപ്പെടുത്തിയതാണ് ഓരോ ഉത്സവവും. അതുകൊണ്ട് ഒരു ഉത്സവവും അനാദിയല്ല, ഒരു ഉത്സവവും ശാശ്വതമല്ല. എല്ലാ ഉത്സവങ്ങളും പലതരം രൂപാന്തരങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വളരെ പ്രബുദ്ധമായ രാഷ്ട്രീയ ഉള്ളടക്കമുള്ള മെയ് ദിനത്തെ ഗാർഹിക പശ്ചാത്തലത്തിലേക്ക് നമുക്ക് വ്യാപിപ്പിക്കാൻ പറ്റും. അങ്ങനെയാണ് ഔപചാരികമായ മെയ് ദിനത്തെ അനൗപചാരികമാക്കി മാറ്റേണ്ടത്. അല്ലെങ്കിൽ മെയ് ദിനം ഔപചാരികതയിൽ തുടങ്ങി ഔപചാരികതയിൽ ഒടുങ്ങും. അങ്ങനെ ഔപചാരികതയിൽ ഒടുങ്ങുന്ന ഒന്നിന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മെയ് ദിനത്തിന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയണമെങ്കിൽ, ഇപ്പോൾ മെയ് ദിനം തീരെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്ന അർത്ഥത്തിലല്ല, അത് പരിമിതമായ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിന് കാരണം മെയ് ദിനത്തെക്കുറിച്ചുള്ള ആ ഓർമ്മകളാണ്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന മഹത്തായ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി നടത്തിയ ത്യാഗപൂർണമായ എത്രയെത്രയോ ശ്രമങ്ങൾ 1886 മെയ് ഓർക്കുമ്പോൾ തന്നെ നമ്മൾ മറന്നു പോകാൻ പാടില്ല. 1887 നവംബർ 11 ഈ ഒരു മുദ്രാവാക്യം ഉയർത്തിയതിൻ്റെ പേരിൽ കട്ടിട്ടില്ല, കൊള്ള ചെയ്തിട്ടില്ല, കൊല ചെയ്തിട്ടില്ല, കൊള്ളരുതാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടില്ല. എന്നിട്ടും 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന മുദ്രാവാക്യം ഉയർത്തിയതിൻ്റെ പേരിൽ, ആ സമരത്തിന് നേതൃത്വം കൊടുത്തതിൻ്റെ പേരിൽ, ആ സമരത്തിൻ്റെ നേതൃത്വത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നിരവധി കാഴ്ചപ്പാടുകൾ പുലർത്തുന്ന അനാർക്കിസ്റ്റുകൾ, സോഷ്യലിസ്റ്റുകൾ, ഇതിലൊന്നും പെടാത്തവർ, സാർവദേശീയ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ, കമ്മ്യൂണിസ്റ്റുകാർ, ഇങ്ങനെ നിരവധിയായ സാമൂഹ്യ വിഭാഗങ്ങൾ, സംഘടനകൾ അവരുടെ ഒരു കൂട്ടായ്മയാണ്, ഒരു ബഹുജന മുന്നണിയാണ്. ആ മുന്നണിയാണ് അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ലേബർ എന്ന AFL. ആ AFLൻ്റെ നേതൃത്വത്തിലാണ് ഈ സമരം നടന്നത്. ആ സമരത്തിന് നേതൃത്വം നൽകിയ നിരവധി പേർ തടവിലടക്കപ്പെട്ടു. ആ കൂട്ടത്തിൽ 4 പേർ തൂക്കിലേറ്റപ്പെട്ടു. ആൽബർട്ട് ആർ പാഴ്സൺസ്, അഗസ്റ്റസ് സ്പൈസസ്, അഡോൾഫ് ഫിഷർ, ജോർജ് ആംഗൽസ്, ഈ 4 പേർ. അതിൽ അഗസ്റ്റസ് സ്പൈസിൻ്റെ ഒരു വാക്യം നാം ഇപ്പോൾ ഓർക്കുന്നത് നന്നായിരിക്കും. തൂക്കിലേറുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു,
നിങ്ങൾ കഴുത്ത് ചരിച്ച് കൊല്ലുന്ന ഞങ്ങളുടെ ഈ ശബ്ദം ഇപ്പോഴുള്ള നിശബ്ദതയേക്കാൾ എത്രയോ ശക്തി ആർജിച്ച് നാളുകളിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്, മനുഷ്യരാശിയുടെ സാമൂഹ്യ ജീവിതത്തിന് ശക്തി പകരും. ഞാൻ പറയുന്നത്, ഇപ്പോൾ മെയ് ദിനം ഔപചാരികമായി ആഘോഷിക്കുമ്പോൾ അതിന് കിട്ടുന്ന ഊർജമെന്ന് പറയുന്നത് ഇതുപോലുള്ള സമരസ്മരണകൾ ഈ ഉത്സവത്തിനൊപ്പം ഇന്നും നിലനിന്ന് പോരുന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ആ സ്മരണകളിൽ മാത്രമായി അതിനെ ഒതുക്കാതെ ആ സ്മരണകളെ, മെയ് ദിനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ പ്രാചീന കാലം തൊട്ട് യൂറോപ്പിൽ നിലനിന്നു പോന്ന ഒരു ഉത്സവത്തിന് ഒരു രാഷ്ട്രീയ ഉള്ളടക്കം നൽകുകയായിരുന്നു മെയ് ദിനം എന്ന് നാം മറക്കാതിരുന്നാൽ ആ രാഷ്ട്രീയ ഉള്ളടക്കത്തെ നമ്മുടെ കാലത്തിന് അനുയോജ്യമാം വിധം വികസിപ്പിക്കാൻ കഴിയും. അതിനെ സമരോത്സുകമായ ഒരു മതനിരപേക്ഷ മഹോത്സവമാക്കി മാറ്റാൻ ഒരു പ്രയാസവുമില്ല. ആകെ കൂടെ വേണ്ടത് രാഷ്ട്രീയമായ ഇച്ഛാശക്തി മാത്രമാണ്. കാരണം ഇപ്പോൾ തന്നെ മെയ് ദിനം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ച അതിൻ്റെ സ്മരണകളുടെ സ്രോതസ്സിൽ നിന്ന് ആവേശം കൊള്ളുന്ന വലിയൊരു ജനത, ജാതിക്കും മതത്തിനും രാഷ്ട്രത്തിൻ്റെ അതിർത്തിക്കും അപ്പുറത്ത് ഞങ്ങളും തൊഴിലെടുക്കുന്നവർ എന്ന ആത്മാഭിമാനമുള്ളൊരു ജനത, ആ ജനതയാണ് നമ്മുടെയൊക്കെ ജീവിതത്തെ നിലനിർത്തുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനകീയ ഉത്സവമായി മാറാനുള്ള എല്ലാ രാഷ്ട്രീയ ഉള്ളടക്കവും സാംസ്കാരിക ഉള്ളടക്കവും സത്യത്തിൽ മെയ് ദിനത്തിനുണ്ട്. എന്നാൽ മെയ് ദിനം മെലിയുകയും തുടക്കത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ച ആരും പ്രത്യേകിച്ച് ആവശ്യപ്പെട്ടിട്ടില്ലാത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ല, അതിനു മുമ്പത്തെ ഭക്തി പ്രസ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ല, ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ല, ഇവിടുത്തെ ഒരു ജനകീയ പ്രസ്ഥാനവും ആവശ്യപ്പെട്ടിട്ടില്ല, ആരും ആവശ്യപ്പെടാത്ത ഒരു ദിനം, അതും സാർവദേശീയ മാനവിക ദിനമായ 21-ന് സാർവദേശീയ യോഗാ ദിനമായി മാറി. ഞാൻ പറഞ്ഞു വരുന്നത്, വ്യക്തികൾക്ക് യോഗ ആചരിക്കാം, അതവരുടെ സ്വാതന്ത്ര്യമാണ്, അതിനുവേണ്ടി പ്രചാരണം നടത്താം, ക്ലാസ്സുകൾ നടത്താം, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. എന്നാൽ ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുന്ന ലോക രാഷ്ട്രീയ ദിനമായി മാറുമ്പോൾ, അടിസ്ഥാനപരമായി രാഷ്ട്രീയ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച് രൂപപ്പെട്ട മെയ് ദിനം മെലിയുകയും ചെയ്യുമ്പോൾ ഈ വൈപരീത്യം എങ്ങനെ രൂപം കൊണ്ടു എന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കുണ്ട്, സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്കുണ്ട്. അത് നിർവഹിക്കാൻ നാം ധീരരാണോ? ഇതാണ് മെയ് ദിനം ഇന്ന് നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ചോദ്യം. തീർച്ചയായും നമുക്ക് പോസ്റ്ററുകൾ വേണം, നമുക്ക് പുസ്തക പ്രദർശനങ്ങൾ വേണം, സെമിനാറുകൾ വേണം. അത് മെയ് ദിന അനുസ്മരണത്തിൻ്റെ പ്രാഥമികമായ ചുവടുവെപ്പാണ്. ആ പ്രാഥമിക ചുവടുവെപ്പിൽ നിന്ന് നമുക്ക് മുന്നോട്ടേക്ക് കുതിക്കാൻ കഴിയണമെങ്കിൽ ഇതിനെ അനൗപചാരിക തലത്തിൽ ഒരു മഹോത്സവമായി, ജനകീയ മഹോത്സവമായി നമുക്ക് വികസിപ്പിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കഴിയില്ല എന്ന് നാം കരുതാൻ കാരണം, നാം വ്യവസ്ഥാപിത ജീവിതത്തിൻ്റെ, അതായത് നിലനിൽക്കുന്ന സാമൂഹ്യക്രമങ്ങൾ, കൃത്യം പറഞ്ഞാൽ ചൂഷക സാമൂഹ്യക്രമങ്ങൾ അടിച്ചേൽപ്പിച്ച ചെറിയ ലോകങ്ങളിൽ അതിനേക്കാൾ ചെറുതായി ജീവിക്കാൻ നാം തീരുമാനിക്കുന്നത് കൊണ്ടാണ് മെയ് ദിനം ഉയർത്തുന്ന വിസ്തൃതമായ വിമോചനത്തിൻ്റെ ബദൽ ലോകങ്ങൾ നമുക്ക് അപ്രാപ്യമായിരിക്കുന്നത്. അത് മുറിച്ചു കടന്നുകൊണ്ട് വ്യവസ്ഥാപിതമായ അധികാരത്തിൻ്റെ സത്യോൽപാദന യന്ത്രങ്ങളെ തകർത്ത് വിമോചനത്തിൻ്റെ ബദൽ സത്യോൽപാദന യന്ത്രങ്ങൾക്ക് ഊർജം പകരുന്ന മെയ് ദിനം പോലുള്ള ആഘോഷങ്ങളെ, സമരസ്മരണകളെ ആധുനിക കാലത്തിന് അനുയോജ്യമാം വിധം വികസിപ്പിക്കാനുള്ള ഉത്തരവാദിത്തമാണ് മെയ് ദിന സ്മരണ ഈ കാലത്ത് നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. അതുമാത്രമല്ല, അതോടൊപ്പം നമ്മുടെ വിനോദത്തിൽ നിന്ന് ചോർന്നുപോയ ജനകീയത എന്താണ്, നമ്മുടെ വിശ്രമത്തിൽ നിന്ന് ചോർന്നുപോയ ജനകീയത എന്താണ് എന്ന് ആഴത്തിൽ ആലോചിക്കാനുള്ള, കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ സാമ്പത്തിക ഉദാരീകരണത്തിനെതിരെയുള്ള സമരത്തോടൊപ്പം സാംസ്കാരിക ഉദാരീകരണത്തിനെതിരെയുള്ള സമരത്തിനും ഊർജം നൽകാൻ
എപ്രകാരമാണ് മെയ് ദിനത്തെ ഒരു ഉത്സവമായി ഉയർത്തേണ്ടത് എന്ന മൗലികമായ ആലോചന ഞാൻ അവസാനിപ്പിക്കുന്നത്, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിലുള്ള ഉത്സവങ്ങൾ, ആ ഉത്സവങ്ങളിൽ പങ്കാളികളാവുകയാണ്. അത് തീർച്ചയായും വേണ്ടതാണ്. ജാതിമത പരിഗണനകൾക്ക് അതീതമായി എല്ലാ ഉത്സവങ്ങളും എല്ലാവർക്കും എന്ന മുദ്രാവാക്യം നാം മുന്നോട്ട് വെക്കണം. അങ്ങനെ മുന്നോട്ട് വെക്കുമ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഉത്സവത്തിൻ്റെ ബാഹ്യതലത്തിൽ മാത്രമേ നമുക്ക് ഐക്യപ്പെടാനാവൂ. ഉത്സവത്തിൻ്റെ ആന്തരികമായ അതിൻ്റെ അനുഷ്ഠാനം, അതിൻ്റെ പ്രാർത്ഥന, അതിൻ്റെ മിത്തുകൾ, അതിൻ്റെ വിശ്വാസം, അതിൽ എല്ലാവർക്കും പങ്കെടുക്കാനാവില്ല. ഉദാഹരണമായിട്ട് ഓണത്തെക്കുറിച്ചോ ബക്രീദിനെക്കുറിച്ചോ ക്രിസ്മസിനെക്കുറിച്ചോ പറയുമ്പോൾ അതിലെ ത്യാഗം എന്ന മൂല്യം എല്ലാവർക്കും പങ്കുവെക്കാവുന്നതാണ്. അതേസമയം ആ ത്യാഗം എന്ന മൂല്യത്തെ ആവിഷ്കരിക്കാൻ വേണ്ടി വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവർ സ്വീകരിക്കുന്ന മൂർത്തമായ അനുഷ്ഠാനങ്ങൾ എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയില്ല. സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാത്തവർക്ക് സ്വീകരിക്കാം. എന്നാൽ ഭക്ഷണത്തിൽ, അധിക ഭക്ഷണത്തിൽ, കളികളിൽ, സൗഹൃദങ്ങളിൽ പങ്കെടുക്കാം. എന്നാൽ മെയ് ദിനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബാഹ്യതലത്തിലും അതിൻ്റെ ആന്തരിക തലത്തിലും, കാരണം ഈ രണ്ട് തലങ്ങൾ തമ്മിൽ പരസ്പരം പൂരിപ്പിച്ചുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് സമഗ്രമായി വിവിധ മതത്തിൽപ്പെട്ടവർക്കും ഒരു മതത്തിൽ പെടാത്തവർക്കും ഏത് രാജ്യത്തിൽപ്പെട്ടവർക്കും വിശ്വപൗരർ എന്ന് സാങ്കല്പികമായി സ്വയം കരുതുന്നവർക്കും ആർക്കും പങ്കെടുക്കാവുന്ന, പുളകമനുഭവിക്കാവുന്ന ഒരു ജനകീയ സാർവദേശീയ ഉത്സവമാണ് മെയ് ദിനം. ആ മെയ് ദിനത്തിന് അഭിവാദ്യം അർപ്പിക്കുക എന്നതിൻ്റെ അർത്ഥം ഞാൻ ഒന്നുകൂടി അടിവരയിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തെ അഴിച്ചുപണിയാൻ നാം കരുത്തരാവുക എന്നാണ്. അതിനുള്ള കരുത്ത് മെയ് ദിനങ്ങൾ മുമ്പ് പകർന്നു നൽകിയിട്ടുണ്ട്. ഈ മെയ് ദിനവും അനിവാര്യമായും അതിനുള്ള കരുത്ത് പകർന്നു നൽകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.